യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ തന്നെ ലോകത്ത് പല വാർത്തകളും വന്നു നിൽക്കുന്നുണ്ട്. ഒന്ന്, പുതിയ മാർപ്പാപ്പ വന്നു. ആ വാർത്തയ്ക്ക് പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ അത് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിലും പുതിയ ഒരു പോപ്പ് വന്നു. ഇന്ദിരാഭവന് മുകളിൽ വെളുത്ത പുക ഉയർന്ന് അങ്ങ് വടക്കുള്ള സണ്ണി ജോസഫ് എന്ന് പറയുന്ന മഹാൻ KPCCയുടെ പ്രസിഡൻ്റായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് അരിയിട്ട് വാഴ്ച നടത്തും. അതിനു മുമ്പായിട്ട് അദ്ദേഹം എല്ലാവരുടെയും തിണ്ണ നിരങ്ങി വരും. വടക്കേ അറ്റത്തുനിന്ന് തിണ്ണ നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റിൽ പെരുന്നയിലെ പോപ്പിനെയും കണിച്ചകുളങ്ങരയിലെ ഈഴവ തമ്പുരാനെയും എല്ലാം കണ്ട് ഇന്ദിരാഭവനിൽ എത്തും. പിന്നെ ആയിരിക്കും അടി തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ നിൽക്കുന്നുണ്ട്. പത്രങ്ങളൊക്കെ ഒന്നാം പേജ് രണ്ടാം പേജും ഒക്കെ തന്നെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, അതിർത്തി പ്രശ്നങ്ങൾ കൊടുക്കുകയാണ്. അതിനടുത്ത പേജും ഒന്നാം പേജിൻ്റെ ആ രൂപത്തിൽ തന്നെ ലേ ഔട്ട് ചെയ്ത് ഒന്നാം പേജാണെന്ന് തോന്നിക്കത്ത തരത്തിൽ പോപ്പിൻ്റെ സംബന്ധിച്ചുള്ള, പുതിയ പോപ്പിനെ സംബന്ധിച്ചുള്ള വാർത്തകളും, അതുപോലെ തന്നെ അടുത്ത പേജിൽ ഈ ഒരിക്കലും ഗുണം പിടിക്കാത്ത കോൺഗ്രസ് പാർട്ടിയിലെ പുതിയ പ്രസിഡന്റിനെ കുറിച്ചുള്ള വാർത്തകളുമാണ് വരുന്നത്. ഈ അവസരത്തിൽ ഈ കോൺഗ്രസിനകത്ത് തലയ്ക്ക് വെളിവുള്ളവരും ആൾതാമസമുള്ളവരും വളരെ കുറവാണ്. അതിൽ വളരെ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ടൊക്കെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു പ്രൊഫസർ G. ബാലചന്ദ്രൻ. അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനിത് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഈ യുദ്ധസമാനമായ ഈ സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ തമ്മിൽ പോരോ, സണ്ണി ജോസഫ് എന്തോ ഒരു പുതിയ മാർപ്പാപ്പ പദവിയിലേക്ക് ഉയർന്നത് മാതിരിയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതോ എന്നുള്ളതൊന്നും അല്ല. ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർക്ക് വേണം ഇതൊക്കെ? ഇപ്പോൾ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു പുങ്കവനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, MA ബേബി എന്ന് പറയുന്ന. ഇല്ലാതാകുന്ന ഒരു വംശമാണത്. അതിന് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല. അത് കുഴിക്കകത്തോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ മണ്ണ് വാരിയിട്ട് കൊടുക്കുകയാണ്. പിന്നെന്തിനാ ദേശീയ ജനറൽ സെക്രട്ടറി? അപ്പോൾ എന്തായാലും ഈ ബാലചന്ദ്രൻ്റെ ഈ പോസ്റ്റ് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ എടുക്കേണ്ടതാണ്. അദ്ദേഹം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആവേശപരവും അതിശയോക്തിപരവുമായ വാർത്തകൾ ഭൂഷണമല്ല. അന്ധനായ ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര യുദ്ധം വിവരിച്ചു കൊടുക്കുന്ന സഞ്ജയൻ്റെ മാതൃക ഓർക്കുന്നത് നന്ന്. യുദ്ധമല്ല, അനുരഞ്ജനവും സമാധാനവും സമന്വയവുമാണ് നമ്മുടെ ലക്ഷ്യം. അടിച്ചതിന് തിരിച്ചടി കൊടുത്തത് കേവലം ധർമ്മം മാത്രം. ഇപ്പോൾ തന്നെ അമേരിക്കയും അറബ് രാജ്യങ്ങളും ചൈനയും പോലും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അരുൺകുമാറിനെ പോലെയുള്ളവരുടെ ആവേശ പ്രകടനമല്ല മാധ്യമധർമ്മം. ഇത് ഒരിക്കൽ കൂടി പറയേണ്ടതാണ്. അരുൺകുമാർ എന്ന് പറയുന്ന ഈ വലിയ മാധ്യമ പുങ്കവനായി നടക്കുന്നവൻ ഗവൺമെൻറ് കോളേജിൽ ഈ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ് ഈ മാധ്യമത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് മറ്റ് പല ചാനലുകളിലും ഉണ്ടായിരുന്നു, ചർച്ചകളിൽ ഇടപെടുകയും അതുപോലെ തന്നെ വാർത്താ അവതാരകനുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നാണല്ലോ വെയ്പ്പ്. അരുൺകുമാറിന് അതറിയത്തില്ല എന്നുള്ളത് മറ്റുള്ളവർക്കറിയാം. അപ്പോൾ എന്തായാലും അരുൺകുമാറിൻ്റെ ഈ വേവലാതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ തൃശ്ശൂർ പൂരത്തിൻ്റെ കമൻട്രി പറയുന്ന മാതിരിയാണ് അരുൺകുമാർ ഈ അതിർത്തി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ പത്രപ്രവർത്തകർ ഈ യുദ്ധസമാനമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്. ഇത് ജേർണലിസത്തിൽ അത് പഠിക്കുന്നുണ്ട്. യുദ്ധം, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണൽ ഇഷ്യൂ, ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അരുൺകുമാറിന് അതറിയത്തില്ല. അരുൺകുമാർ ഈ പല്ലും ഇങ്ങനെ ഞെരിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് കാണിക്കുന്ന കോപ്രായം കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ നിലത്തിൽ പോരാണെന്ന് തോന്നിപ്പോകും.
അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പ്രൊഫസർ ബാലചന്ദ്രൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, ഈ ആവേശപ്രകടനമല്ല മാധ്യമധർമ്മം. രാജ്യത്തിൻ്റെ നിജസ്ഥിതി ഔദ്യോഗികമായി നമ്മുടെ സേനാ വിഭാഗങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. അതിന് സഹായകമായ ദൃശ്യചിത്രങ്ങൾ നൽകുന്നത് എത്രയോ ദൃശ്യചിത്രങ്ങൾ നൽകുന്നത് എത്രയോ ഉദാത്തമാണ്. ഇതൊരു റേറ്റിംഗ് മത്സരമല്ല. പാകിസ്ഥാൻ പറയുന്ന എല്ലാ കള്ളങ്ങളെയും പാക് മാധ്യമ നുണകളെയും ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് തെളിവ് സഹിതം. രാജ്യം ഭീകരതയെ ശക്തമായി എതിർക്കുന്ന സമയമാണ്. ഈ സമയത്ത് സർക്കാർ നൽകുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നൽകുക. രാജ്യത്തെ പ്രതിപക്ഷം പോലും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. നോക്കണം, കോൺഗ്രസ് ആളാണ് പ്രൊഫസർ ബാലചന്ദ്രൻ. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്, പ്രതിപക്ഷം പോലും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന സമയമാണ്. ഈ അവസരത്തിലാണ് ഈ ബെരികിനെ പോലെ കടന്ന് ഓടുകയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഈ മാധ്യമ രാജാവായിട്ട് നടക്കുന്ന ആള്. രാജ്യം ഗൗരവപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മെരിറ്റിന് കളങ്കമേൽപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം ലജ്ജാകരമെന്നാണ് പ്രൊഫസർ ബാലചന്ദ്രൻ പറയുന്നത്. അതെ, പ്രത്യേകിച്ച് പൊളിറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജേർണലിസ്റ്റിനെ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് തരത്തിലാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്, ഇതിനകത്ത് ചില വിശ്വാസ്യതയുണ്ട്. അത് കളഞ്ഞു കുളിക്കരുത്. ഇദ്ദേഹം കിടന്ന് തുള്ളിച്ചാടുന്നത് കാണാനാണോ രാജ്യ അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആണോ പ്രാധാന്യം, ഇയാളുടെ തുള്ളിച്ചാട്ടത്തിനാണോ പ്രാധാന്യമുള്ളത്? അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനെയാണ് ഈ പ്രൊഫസർ ബാലചന്ദ്രൻ നിശിതമായ വാക്കുകളിലൂടെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോ വാർത്തയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നൽകണം. ഇപ്പോൾ പത്രമാധ്യമങ്ങൾ അവർ ആദ്യ പേജ് അതിലധികം പേജുകൾ തന്നെ ഈ അതിർത്തിയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വാർത്ത പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റു വാർത്തകളും. അതായത് പുതിയ മാർപ്പാപ്പ വരുന്നതും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ കാര്യങ്ങളും മറ്റു പ്രാദേശിക കാര്യങ്ങളും ഒക്കെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയാണ്. ഇത് നമ്മളെ ഒരുതരം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലാണ് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. വാർത്തകളിൽ എപ്പോഴും ഒരു സത്യസന്ധതയുണ്ട്, ഒരു വിശ്വാസ്യതയും വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് അവർ പുലർത്തേണ്ടത്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുക. അതിന് പകരം ഇപ്പം ഏഷ്യാനെറ്റ് നൽകുന്നു, ഈ തുള്ളിച്ചാട്ടമൊന്നുമില്ല, ഇത് തുള്ളിച്ചാടുകയാണ് കിടന്ന്. അപ്പം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് വിട്ട് മറിച്ച് തൻ്റേതായിട്ടുള്ള ചില ചേഷ്ടകളിലൂടെ ഇദ്ദേഹം ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികളൊക്കെ അത് വളരെ വിചിത്രമായിട്ടുള്ള, നമുക്ക് കാലത്തിനനുസരിച്ച് വാർത്തകളുടെ രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് റിപ്പോർട്ട് ചെയ്യുക, അത് അവിടെ നിന്നുള്ള കാര്യങ്ങൾ നൽകുക എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന ഔദ്യോഗികമായി നൽകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ദൂരദർശനിൽ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അതിർത്തിയിലെ കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഇടവിട്ടുള്ള ബുള്ളറ്റിനുകളിലൂടെ തന്നെ കൃത്യമായി പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ സാവകാശവും അതിൻ്റെ വിശ്വാസ്യതയും ഒക്കെ തന്നെയാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഗൗരവവും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അതല്ല. ഇതൊരു പറയം തുള്ളലാണോ, അതോ ശീതങ്കൻ തുള്ളൽ, അതോ ഓട്ടം തുള്ളലോ? വെറും ഒരു കോമാളിത്തരം കാണിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ അരുൺകുമാറിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് ശ്രീ ബാലചന്ദ്രൻ കൊടുത്ത പോസ്റ്റ് ഏതായാലും ഉചിതമായിരിക്കുന്നു.